ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫോട്ടോപീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടെക്സ്റ്റിനെ കൊണ്ട് എങ്ങനെ ഒരു പോർട്രേറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ട്യൂട്ടോറിയലിന് എപ്പോഴും കുറച്ച് ഡെപ്ത് ഉള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നല്ല കോൺട്രാസ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് വേണ്ടത്. കളർ ഫോട്ടോ ആണെങ്കിൽ അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയാൽ മതി. പക്ഷെ കുറച്ച് ഇത് വേണം, കോൺട്രാസ്റ്റ് വേണം, എന്നാലേ അത് കുറച്ചുകൂടി നല്ലൊരു എഫക്റ്റ് കിട്ടും. ഇതിലേക്ക് ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഒരു ടെക്സ്റ്റിനെ കൊണ്ട് മൊത്തത്തിൽ ടെക്സ്റ്റ് നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഞാൻ ടൈപ്പ് ടൂൾ എടുത്തു, ഫോട്ടോപീഡിയ എന്ന് സെർച്ച് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു. അതിനെ കൊണ്ട് ഒരു ടെക്സ്റ്റിന്റെ ഒരു ലേഔട്ട് അതിൽ ഉണ്ടാക്കി വെക്കാം. ഇത്ര നമ്മൾ ടെക്സ്റ്റ് ഡിസൈൻ ചെയ്തു. ആദ്യം ചെയ്യേണ്ട ഒരു സാധനമാണ് ഇത്. ഞാൻ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം ആ ഗ്രൂപ്പ് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയെ PSD ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്നു. ഇത് ഫസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, PSD ആയിട്ട് സേവ് ചെയ്യേണ്ടത് പറഞ്ഞു വിട്ടതാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയെ PSD ആയിട്ട് അതിന് ഡിസ്പ്ലേസ് എന്നുള്ള പേര് കൊടുത്ത് വെക്കുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഫിൽട്ടർ പോയിട്ട് ബ്ലറിൽ കുറച്ച് ഒരു ഗോഷൻ ബ്ലർ കൊടുക്കണം. ഒരു 4 പോയിന്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയും കൊടുത്ത് ഓക്കെ കൊടുത്തു. അതിന് ഡിസ്പ്ലേസ് എന്ന പേര് കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഒബ്ജക്റ്റിന് ആവശ്യമില്ലാത്ത കണ്ട Ctrl+Alt+Z പ്രസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത ബ്ലർ ഒഴിവാക്കുന്നു. ഈ ടെക്സ്റ്റിന്റെ ലെയർ അതുപോലെ ഇതാക്കുന്നു. ആ ലെയറിന് ഞാൻ ഇത്തിരി ഷേഡോ കൊടുക്കുന്നു. ഡ്രോപ്പ് ഷേഡോ ഒരു ചെറിയ രീതിയിൽ ഡ്രോപ്പ് ഷേഡോ കൊടുത്തു. ഇപ്പൊ നമ്മൾ ടെക്സ്റ്റിനെ കൊണ്ട് ഒരു മൊത്തത്തിൽ നിറച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ 3 സെലക്ട് ചെയ്ത് അതിനെ Ctrl+E പ്രസ് ചെയ്തിട്ട് അതിനൊരു സിംഗിൾ ലെയർ ആക്കി മർജ് ചെയ്ത് മാറ്റുന്നു. അതിനുശേഷം ഇതിലൊരു ഫിൽറ്റർ കൊടുക്കാൻ പോവുകയാണ്. നമ്മളിവിടെ ഫിൽറ്റർ പോയി കഴിഞ്ഞാൽ അതിന് മുന്നേ ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുത്ത് വെക്കുന്നു. ആദ്യത്തെ കോപ്പി ഹൈഡ് ചെയ്ത് വെക്കുന്നു. രണ്ടാമത്തെ കോപ്പിക്ക് ഫിൽറ്റർ പോയതിനു ശേഷം ഡിസ്റ്റോർട്ട് എന്നതിൽ ഡിസ്പ്ലേസ് ഫിൽറ്ററിൽ നമ്മൾ ഇവിടെ മെനു ബാറിൽ ഇവിടെ ക്ലിക്ക് കഴിഞ്ഞാൽ ഫിൽറ്റർ ഉണ്ടാവും. അതിൽ ഡിസ്റ്റോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഈ കാണുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാവും ഡിസ്പ്ലേസ് കൊടുത്തതിന് ശേഷം അതിൽ 10:10 ഉണ്ടാവുക. ഈ ഫോട്ടോക്ക് ഞാൻ നോക്കിയിട്ട് 5:5 കുഴപ്പമില്ലാത്ത ഇത് തോന്നിയത്. 5:5 കൊടുത്തു. ഇവിടെ സ്ട്രെച്ച് ടു ഫിറ്റ് എന്നുള്ളത് കൊടുത്തു. താഴെ റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് എന്നുള്ളത് കൊടുത്തു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പൊ നമുക്ക് അതിലെ ഡിസ്പ്ലേസ്മെന്റ് മാപ്പ് ചോദിക്കും. അതിനാണ് നമ്മൾ നേരത്തെ ഈ ഫോട്ടോ നമ്മൾ PSD ആയിട്ട് സേവ് വെച്ച ഡിസ്പ്ലേസ്മെന്റ് മാപ്പ് എപ്പോഴും PSD മാത്രമാണ് ഡിസ്പ്ലേസ്മെന്റ് മാപ്പ് ആയിട്ട് എടുക്കുക. അപ്പൊ അത് PSD ആയിട്ട് സേവ് ചെയ്യാൻ ഓർമ്മിക്കുക. ആ ഡിസ്പ്ലേസ് എന്നുള്ള ആ മാപ്പ് ഇതിന് ഓപ്പൺ കൊടുക്കുന്നു. ഇപ്പം അതിൽ ഈ ഫോട്ടോ അനുസരിച്ചിട്ട് ഈ ഒബ്ജക്റ്റിന് ടെക്സ്റ്റിന്റെ ഇതിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അപ്പം അതിൽ Ctrl പ്രസ് ചെയ്തിട്ട് ഈ ടെക്സ്റ്റിന്റെ ഐക്കൺ കാണുന്ന ഇവിടെ നമ്മൾ ഒന്ന് Ctrl പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്യുക. അതിന്റെ സെലക്ഷൻ വരും. എന്നിട്ട് താഴത്തെ ഈ ഒബ്ജക്റ്റിന്റെ ലെയറിന് നമ്മൾ കോപ്പി എടുക്കുന്നു. അതിനെ ഏറ്റവും മുകളിലേക്ക് വെക്കുന്നു. ഈ ഒബ്ജക്റ്റിന്റെ ലെയർ സെലക്ട് ചെയ്യുക, Ctrl+J പ്രസ് ചെയ്യുക. അപ്പൊ കോപ്പി വരും. അതിനെ നേരെ ഏറ്റവും മുകളിലേക്ക് വെക്കുക. എന്നിട്ട് അതിന്റെ ബ്ലെൻഡിങ് മോഡ് ഇവിടെ നിന്ന് ലീനിയർ ബേണാക്കി കൊടുക്കുന്നു. ഇനി പുറത്തുള്ള ഈ ഫോട്ടോപീഡിയ എന്നുള്ള ഇത്രയും കളർലെസ് ആണ് വേണ്ട. അതുകൊണ്ട് നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ സെലക്ഷൻ ഒന്നൊരു കൊടുത്തിട്ട് ലെയറിൽ ഒരു മാസ്ക് ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുന്നു. ഒരു മാസ്ക് അത് ഇൻവേഴ്സ് ആയിട്ടാണ് വന്നത്. ഇപ്പം ഏകദേശം ഈ ഒരു ഫേസിന് ഒരു പോർട്രേറ്റ് നമ്മൾ ടെക്സ്റ്റ് വെച്ചിട്ട് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അത് നോക്കിയാൽ കാണാം.
ഇനി താഴെ നമ്മൾ നേരത്തെ കോപ്പി എടുത്ത് വെച്ച ഈ ടെക്സ്റ്റിന്റെ ലെയർ എടുത്ത് അതിന്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുന്നു. ഒരു ടെക്സ്റ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു പോർട്രേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം. ഇത് വളരെ സിമ്പിളാണ്. ട്യൂട്ടോറിയൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിയാൽ ഇനി പുതിയ ട്യൂട്ടോറിയൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുവരെയും ഗുഡ് ബൈ.